പാർത്തലത്തിൽ പരിശ്രയമായി, പാർത്തലത്തിൽ പരിശ്രയമായി പാരിൽ വന്ന നാഥനെ, മമ ജീവനെ മഹേശനെ. സ്തോത്രം ശ്രീമനുവേലനെ, മമ ജീവനെ മഹേശനെ. സ്തോത്രം ശ്രീമനുവേലനെ, മമ ജീവനെ മഹേശനെ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ സുപ്രഭാതത്തിൽ ആരാധനാത്മകമായ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് വീണ്ടെടുപ്പിലുള്ള 4 ഉദ്ദേശങ്ങൾ എന്നുള്ളതാണ്. ദൈവം നമ്മെ വീണ്ടെടുത്തതിൻ്റെ 4 ഉദ്ദേശങ്ങൾ ആണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അതിനാധാരമായി പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അതിന് അവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു, അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങൾ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ 8-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 27-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ വായിച്ച ഈ 2 വേദഭാഗങ്ങളിലും 3 ദിവസത്തെ വഴി ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി ദൈവത്തെ ആരാധിക്കേണ്ടതിന് അനുവാദം തരണമെന്ന് ഇസ്രായേൽ ജനം മോശയോട് ഫറവോനോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എന്നാണ്. ഞങ്ങൾ 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്നാണ് മോശ ഫറവോനോട് പറഞ്ഞത്. ഈ ലോകവുമായി വിശ്വാസികൾക്കെന്നും ഉണ്ടായിരിക്കേണ്ട മിനിമം ഡിസ്റ്റൻസിനെ കുറിച്ചാണ് ഈ കാര്യം നമ്മെ ഓർപ്പിക്കേണ്ടത്. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തെന്നാണല്ലോ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഉപദേശമായി പൗലോസ് പറഞ്ഞത് നാം രക്ഷിക്കപ്പെടുമ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വേർപെടുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നമ്മുടെ ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടുമ്പോൾ ഈ കാര്യം പൂർണ്ണമായിട്ട് നിവർത്തിക്കപ്പെടും. എന്നാൽ അതിനു മുമ്പ് നാം നമ്മെ തന്നെ ശ്രദ്ധിക്കുകയും വേർപാട് പാലിച്ച് ജീവിക്കുകയും ചെയ്യേണ്ട സത്യം, ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ അടക്കം, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്നീ ത്രിവിധ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നാം പുതുതായി ജനിക്കുകയും അങ്ങനെ ലോകവുമായി 3 ദിവസത്തെ അകലത്തിലെത്തുകയും ചെയ്യും. ക്രിസ്തീയ സ്നാനത്തിൻ്റെ അർത്ഥം ഇത് തന്നെയാണല്ലോ. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നാണ് ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്നത്. എനിക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗലാത്യർ 6:14 നമ്മൾ വായിക്കുന്നു. ഒരു വിശ്വാസിക്ക് പറയാനുള്ളത് അവൻ ലോകത്തിലല്ല സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. എഫേസ്യർ 2:7. അതിനാൽ നാമും ഈ ലോകത്തിലുള്ളതായ നമ്മുടെ അവയവങ്ങളും ചിന്തകളെയും മരിപ്പിക്കുകയും സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലെ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയും വേണം. അതാണ് കൊലോസ്യർ ലേഖനം 3-ാം അധ്യായത്തിന് 1 മുതൽ 5 വരെയുള്ള വേദഭാഗം വായിച്ച് ധ്യാനിച്ച് പഠിച്ച് ആരാധിക്കുന്ന ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടത്. 2, ദൈവത്തിന് യാഗം കഴിപ്പീൻ. ഇതൊരു പൗരോഹിത്യ പദവിയെ കാണിക്കുകയാണ്. ഇസ്രായേൽ മുഴുവനും ദൈവത്തിന് പുരോഹിത
രാജ്യത്വവും വീണ്ടും വിശുദ്ധ ജനവുമായി തീരണമെന്ന് ദൈവം ഉദ്ദേശിക്കുകയാണ്. കാരണം അങ്ങനെയാണല്ലോ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം പൗരോഹിത്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. കേവലം ഒരു ഗോത്രത്തിലുള്ള ഒരു കുടുംബത്തിന് അത് ക്ലിപ്തപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ കൃപയാൽ പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം പൗരോഹിത്യ പദവി നൽകിയിരിക്കുകയാണ്. നാം വിശുദ്ധ പുരോഹിതവർഗവും രാജകീയ പുരോഹിതവർഗവുമാണെന്ന് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-9 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വിശുദ്ധ പുരോഹിതന്മാർ എന്ന നിലയിൽ നാം ആത്മീയ യാഗങ്ങൾ കഴിക്കണം. രാജകീയ പുരോഹിതന്മാരാകിയാൽ നാം കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. ഇവ ദൈവജനത്തിന് ഭൂമിയിൽ നിർവഹിപ്പാനുള്ള 2 വിധ ചുമതലകളാണ്. അവയിൽ ആത്മീയ യാഗങ്ങളെ പറ്റി നാം ചിന്തിക്കാൻ പോവുകയാണ്. ഒന്ന്, സങ്കീർത്തനം 51-ന്റെ 17-ാമത്തെ വാക്യത്തിൽ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദാവീദ് പാപം ചെയ്തപ്പോൾ അവന് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുകയും അതിൻ്റെ സന്തോഷം നഷ്ടപ്പെടാനുള്ള കാരണം അവൻ പാപം ചെയ്യുന്നുള്ളതാണ്. വിശ്വാസികൾ തെറ്റ് ചെയ്താൽ അവരുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ലെങ്കിലും അതിൻ്റെ സന്തോഷവും ദൈവീയ കൂട്ടായ്മയും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ മടക്കി കിട്ടുവാൻ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിൽ കാണുന്ന യാഗങ്ങളായ ഹനനയാഗവും ഭോജനയാഗവും ദാവീദ് ഓർത്തു. അവ തൻ്റെ പാപത്തിന് പരിഹാരമല്ല എന്ന് കണ്ട ദാവീദ് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് പറഞ്ഞ് അത് ശരിയായ മാനസാന്തരത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, യാഗങ്ങൾ ഇനി അതിന് അത്ര യോഗ്യമല്ല, യോജിച്ചതല്ല. അതിന് യഥാർത്ഥമായ ദൈവിക ബന്ധവും ബോധവും ഉണ്ടാകുവാൻ നാം മാനസാന്തരപ്പെടുക തന്നെ വേണം. ഈ പാപയാഗത്തിൻ്റെ പൊരുളാണ് അത് ദൂരദേശത്ത് പോയതായ മകൻ മടങ്ങി വന്നപ്പോൾ ഉണ്ടായത്. നമുക്ക് സാധാരണയായി നാം പറഞ്ഞു വരുന്ന മുടിയനായ പുത്രനെ കുറിച്ചാണ്. അപ്പം ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ പിതാവിനെ ചുംബിച്ച് സ്വീകരിച്ചു. കൂട്ടായ്മയിലാക്കിയത് പാപയാഗം മുഖാന്തരമല്ല, പിന്നെയോ മാനസാന്തരപ്പെട്ടതുകൊണ്ടായിരുന്നു. ആസിയയിലെ 7 സഭകളിൽ ഏതാണ്ട് 5 സഭകളോട് മാനസാന്തരപ്പെടണമെന്ന് ദൈവാത്മാവ് കൽപ്പിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് ചേർന്നവരെ രക്ഷിക്കുന്നു. 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം. നമ്മുടെ ജീവിതത്തിൽ ഇത് അന്വർത്ഥമാക്കി തീരേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിലേ ആരാധന അത്രമാത്രം സുഗ്രാഹ്യമായി തീരുകയുള്ളൂ. രണ്ടാമത് സ്തോത്രയാഗം അർപ്പിക്കണം എന്നുള്ളതാണ്. അത് സ്തോത്രയാഗത്തിന് നേർച്ചയുടെ നിവൃത്തിക്കായി പഴയ നിയമത്തിൽ നടത്തി വന്നത് സമാധാനയാഗമായിരുന്നു. ലേവ്യ 7-ന്റെ 45-ാമത്തെ വാക്യം. സ്തോത്രയാഗമാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ മാംസം അർപ്പിക്കുന്ന ദിവസം തന്നെ അത് തിന്നണം എന്നാണ് വ്യവസ്ഥ. ദൈവം നൽകുന്ന ഉപകാരങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാൻ കാളിദാസം ഉണ്ടാകരുതെന്ന് സാരം. കർത്തൃമേശയിലെ ഈ കാര്യമാണ് പ്രാമുഖ്യമായി നിൽക്കുന്നത്. കർത്താവ് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ ഭക്ഷണം അഥവാ വിരുന്ന് കൂടെയാണെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മുടെ ശരീര സമർപ്പണമാണ്. റോമർ 12-ന്റെ 1-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഹോമയാഗത്തിൻ്റെ പൊരുളാണ്. ശരീര സമർപ്പണം, പാപയാഗം യേശു നമ്മോട് ഏകീഭവിക്കുന്നതിനെയും 2 Corinthians 5:20 ഹോമയാഗം പാപയാഗം പ്രാപിച്ചവർ യേശുവിനോട് ഏകീഭവിച്ച് ജീവിക്കുന്നതിനെയും കാണിക്കുന്നു. റോമർ 6:1-3 ക്രിസ്തീയ സ്നാനം യേശുവിനോട് ചേരുവാനുള്ളതാണല്ലോ. അതുകൊണ്ട് ഹോമയാഗത്തിൽ മൃഗത്തെ കൊന്ന് തോലുരിച്ച് കണ്ണം കണ്ടമാക്കി യാഗപീഠത്തിന്മേൽ വയ്ക്കണം. എന്നാൽ അതിൻ്റെ കാലും അതുപോലെ തന്നെ കുടലും കഴുകി വയ്ക്കണമായിരുന്നു. കാൽ നമ്മുടെ നടപ്പിനെ കാണിക്കുന്നു. നമ്മുടെ നടപ്പ് വിശുദ്ധമാണെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മലിനപ്പെട്ട കാലുകൾ കഴുകി കാണിക്കുകയും ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് പങ്കില്ല എന്ന് കാല് കഴുകുവാൻ വിസമ്മതിച്ച പത്രോസിനോട് പറയുകയും ചെയ്തു. പ്രതിദിന ജീവിതത്തിൽ മലിനപ്പെട്ട് പോകുവാനിടയുള്ള നമ്മുടെ കാലുകൾക്ക് അരകിട്ടിയ ദാസന്റെ ശുശ്രൂഷ ആവശ്യമാണ്. ആകയാൽ നമുക്ക് വിശുദ്ധിയോടുകൂടി നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് വരാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈ വിലയേറിയ 2 ചിന്തകളാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വിലയേറിയ ചിന്തകളോടെ നമ്മുടെ വിശുദ്ധിയും വേർപാടോടുകൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഒന്നാമതായിട്ട് നാം ചിന്തിച്ചത് പൂർണ്ണമായ വേർപാടാണ്. 2 തകർന്നു നുറുക്കിയിരിക്കുന്ന ഹൃദയം, ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗത്തെക്കുറിച്ചാണ്. ഈ വിധ ചിന്തകളോട് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും.